എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് കുടൽപുണ്ണ് അല്ലെങ്കിൽ പെപ്റ്റിക് അൾസർ എന്ന് പറയും. അതായത് നമ്മുടെ വയറിനകത്ത് ഉണ്ടാകുന്ന കുരുക്കൾ പോലെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കുടൽപുണ്ണ് അല്ലെങ്കിൽ അൾസർ എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് നമുക്ക് വയറിനകത്ത് ഗ്യാസ് ഫോം ചെയ്യുക, നമ്മൾ വയറ് പെരുകിയിരിക്കുന്ന പോലൊരു അവസ്ഥ, അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു ബേണിംഗ് സെൻസേഷൻ പോലെ ഉണ്ടാകുക, വൊമിറ്റിങ്, അതുപോലെ നോസിയ, പിന്നെ നമുക്ക് വിശന്നാലും വിശപ്പ് അധികമായിട്ട് തോന്നാത്തൊരവസ്ഥ, ഫുഡ് കഴിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകുക, പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള, അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറിനകത്ത് ഗ്യാസ് ഫോം ചെയ്യും. അതുവഴി നമുക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ കുറേയധികം ആഹാര സാധനങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവരെ ഒഴിവാക്കുക. അതായത് പ്രത്യേകിച്ച് കൂടുതൽ സ്പൈസി ആയിട്ടുള്ള മസാലകൾ ചേർത്തിട്ടുള്ള ആഹാര സാധനങ്ങൾ, അതുപോലെ നമ്മുടെ കുരുമുളക് അങ്ങനെയുള്ള പെപ്പർ ചേർത്തിട്ടുള്ള ആഹാര സാധനങ്ങൾ, അതുപോലെ സിട്രസ് വരുന്ന ഫ്രൂട്ട്സ്, ലെമൺ, ഓറഞ്ച്, ഗ്രേപ്സ്, ഇങ്ങനെയുള്ള ആഹാരം, അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ആൽക്കഹോളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അതും കഴിവതും ഒഴിവാക്കുക. അതുപോലെ നമ്മൾ ഈ പുറത്തുനിന്ന് വരുന്ന ഫ്രൈഡ് ഐറ്റംസ് ഇങ്ങനെയുള്ളത് ഒഴിവാക്കുക. ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നമ്മൾ എന്തൊക്കെ ആഹാര സാധനങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് നമ്മുടെ ലീഫി വെജിറ്റബിൾസ്, പച്ചക്കറികൾ, അതുപോലെ തന്നെ ക്യാരറ്റ്, ബീട്രൂട്ട്, ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ, അതുപോലെ നമ്മുടെ പപ്പായ, പിന്നെന്താ ആപ്പിള്, തണ്ണിമത്തൻ, ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ കഴിവതും കറക്റ്റ് സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ വയറിനെരിച്ചിൽ, അതുപോലെ ഗ്യാസ്ട്രൈറ്റിസ്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കഴിവതും കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്.